എന്റെ കക്ഷിയും താങ്കളുമായിട്ടുള്ള വിവാഹം ഹിന്ദു മതാചാര പ്രകാരം നടന്നിട്ടുള്ളതും വിവാഹത്തിനു ശേഷം 2 മാസക്കാലം എന്റെ കക്ഷി താങ്കളുടെ ഭാര്യയായി താമസിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ വിവാഹത്തിന്റെ അന്നു മുതൽ തന്നെ താങ്കൾ തികഞ്ഞ മദ്യപാനിയാണെന്ന് എന്റെ കക്ഷിക്ക് ബോധ്യമായി. അയ്യോ, അത് സത്യമല്ല. നീ മിണ്ടാതിരിക്കെ. എങ്ങനെയാ നോട്ടീസ് അയക്കേണ്ടത് അഡ്വക്കേറ്റിന് അറിയാം. സോറി സർ. കൂടാതെ താങ്കൾ മദ്യപിച്ച് മതോന്മത്തനായി എല്ലാ ദിവസവും എന്റെ കക്ഷിയെ നിഷ്ഠൂരമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ഒരിക്കലും സംഭവിക്കാത്താണിത്. ക്രൂവലാണ്. അയാൾ എന്നെ ഉപദ്രവിച്ചിട്ടേ ഇല്ല. പിന്നെ എങ്ങനെ എഴുതേണ്ടത്? അയാൾ നല്ലവനായിരുന്നു, എന്റെ കക്ഷിയെ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്നായാലോ? സാർ, ഇവള് വിവരമില്ലാതെ പറയുകയാണ്. ഈ ഡൈവേഴ്സിനെ എന്തെങ്കിലും കോൺക്രീറ്റ് ആയ റീസൺ വേണം. നിശ്ചയിച്ചിരുന്ന കല്യാണം അല്ലല്ലോ. താലി കെട്ടിക്കഴിഞ്ഞ് 2 മാസം ഒരാളുടെ കൂടെ താമസിച്ചിട്ട് ഭർത്താവല്ലാന്ന് പറഞ്ഞ കോടതി സമ്മതിക്കോ? അതല്ല സർ. പിന്നെ ഒന്നുകിൽ ഞാൻ പറയുന്നത് കേൾക്കുക, അതല്ലെങ്കിൽ കുട്ടി, ഈ ഡൈവേഴ്സ് എന്ന് പറയുന്ന അത്ര എളുപ്പമൊന്നുമല്ല. രാധികെ, ഇതൊക്കെ കോടതി ഭാഷയാ. എന്താ രാധികയ്ക്ക് ഡൈവോഴ്സ് വേണമെന്നുണ്ടോ? അതോ ഡൈവോഴ്സ് ആവശ്യമാ. പക്ഷേ എന്നാ വായിക്കുന്നത് കേട്ടോളൂ. താങ്കളുടെ അമ്മയും സഹോദരിയും ചേർന്ന് എന്റെ കക്ഷിയെ ഈ 2 മാസക്കാലം വാക്കാലും പ്രവൃത്തിയാലും പീഡിപ്പിച്ചിരുന്നതായി എന്റെ കക്ഷി ആരോപിക്കുന്നു. വേണ്ട സർ, ഇങ്ങനൊരു കെട്ടിച്ചമച്ച കേസ് വേണ്ട. വേണ്ട, ഞാൻ നിർബന്ധിച്ചില്ലല്ലോ. പിന്നെ എന്താ നിന്റെ ഭാവം? വേറെ ഒരു വഴിയില്ലേ സർ? ഉണ്ട്, മ്യൂച്വൽ അഗ്രിമെന്റ്. 2 പേരും സമ്മതിച്ച സംഗതി എളുപ്പമായി. അതാ ഞാൻ മാധവൻകുട്ടിയോട് നേരത്തെ പറഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ അതാ നല്ലതും. എന്തു പറയുന്നു? അതിനവൻ സമ്മതിച്ചില്ലെങ്കിലോ? എന്നാ വേറെ വഴിയൊന്നുമില്ല. ഏതായാലും ഇങ്ങനെ ഒരു നോട്ടീസ് അയക്കണ്ട. ഡോ മാധവൻകുട്ടി, നമുക്കിവിടെ അവസാനിപ്പിച്ചാലോ? വേറെ വഴിയില്ലെങ്കിൽ മ്യൂച്വൽ അഗ്രിമെന്റ് ആവാം. അവനെ ഞാൻ കൊണ്ടുവരാം. വലിയ കൊലാവലൊന്നും വേണ്ട. ഇവിടെ എങ്ങനെ ഒരു പന്തല് ദേ പെണ്ണുങ്ങൾ പുള്ളി തുടങ്ങി. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ അല്ല, എന്തിനാ പന്തല്? നിന്റെ 16 അടിയന്തരം കഴിക്കാൻ മിണ്ടാണ്ടിരുന്നു. അവിടെ എങ്ങനെയൊക്കെ ആ കാര്യങ്ങളൊന്ന് അടുപ്പിച്ചുകൊണ്ടിരാന്ന് വിചാരിക്കുമ്പോഴാ. ചിന്ന ആ തൊടി പോയി കഴുകു മുറിച്ചോ. പോയിക്കോ. ശരി. പോയിക്കോ. ഓല പറഞ്ഞത് അവിടെ തന്നെ കാണും കേട്ടോ. പുതിയ വല്ല ആലോചനയുണ്ടോ? അതേടി, ഞാൻ ഒന്നുകൂടെ കെട്ടാൻ പോവാ. ദേ ഒരു സംഗതി രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ സമ്മതിക്കില്ല. ഈ മുറ്റത്തൊരു പന്തലിരുന്ന് തോന്നി ഇടുന്നു, അത്ര തന്നെ. പറയില്ല, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെടുത്ത് ഇനി പറയില്ല. മതിയായി. എന്തിനാ കമുക് മുറിക്കണേ? പന്തലി എത്താൻ ശ്രീധരൻ വരുന്നതിന് മുമ്പ് കല്യാണം നടത്തണം. എന്നോട് പറഞ്ഞൂടെ ആരാ ചെക്കനെന്ന്? പെണ്ണുങ്ങളോട് പറയില്ല. എന്താ നിങ്ങൾ ഈ പറയണത്? ഞാൻ അറിയാതെ മോളുടെ കല്യാണം നടക്കേ? നീ അറിഞ്ഞു എന്ന് വെച്ചാ ഈ ഭൂമി മലയാളം മുഴുവൻ അറിഞ്ഞു എന്നർത്ഥം. കണ്ണൻ തന്നെയാണ് അവളെ കെട്ടാൻ പോകണമെന്ന് ഞാൻ എന്നോട് പറയേ. എന്നിട്ട് വേണം നാളെ മുതൽ ആൾക്കാർ ജാഥായിട്ട് ഇങ്ങോട്ട് വരാൻ. എന്ത്? കല്യാണം കഴിഞ്ഞ കണ്ണനോ? അതെ, അവൻ തന്നെ. അവർ ബന്ധം വേർപെടുത്താ ഒക്കെ ഞാൻ ഒപ്പിച്ചു വെച്ച്. പറയണ്ടെന്ന് വിചാരിച്ചതൊക്കെ പറഞ്ഞു പോയല്ലോ ഈശ്വര. വിവരമുണ്ടോ നിങ്ങക്ക്? എന്തേ ഇതാണ് എന്നോട് പറയണ്ടെന്ന് വെച്ചേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ കൊന്നു കളിയും ഞാൻ. മനുഷ്യനൊരു അഭ്യാസം നടത്തി നോക്കാം, എങ്ങനെങ്കിലും ആ പെണ്ണിനെ ഒന്ന് ഇറക്കി വിടാൻ പറ്റുമെന്ന്. അപ്പോഴാണ് അവളൊരു അയ്യോ, അതല്ല പറഞ്ഞത്. പിന്നെ ഏതാ? അവനാ കെട്ടണെങ്കിലേ പന്തലും മറ്റും ഇട്ട് നാട്ടുകാരെ അറിയിക്കണം. രേഷാഫീസ് കഴിച്ചാ പോരെ? താലി കെട്ടൊഴിച്ച് എല്ലാം കഴിഞ്ഞല്ലേ ഗുരുവായൂർ വെച്ച്? ശരിയാണല്ലോ. പെണ്ണുങ്ങൾക്ക് വിവരില്ലെന്ന് ആരാ പറഞ്ഞേ? ഇതാണ് പറഞ്ഞേ, ഭാര്യയെ നേരത്തെ ആലോചിച്ചിട്ടേ എന്തും ചെയ്യാവൂന്ന്. കൊടുകൈ മോനെ ചിന്ന വെട്ടലേ കൗങ്ങി. ചിന്ന അയ്യോ, ചതിച്ചല്ലടാ ചിന്ന. താലി കെട്ടിയെന്നല്ലാതെ അവര് തമ്മിൽ ഒരു ബന്ധമില്ലെന്നാ പറഞ്ഞത്. ഇനി അയാൾ എന്നെ കെട്ടണ്ട. അച്ഛൻ 10,000 രൂപ മുതലാക്കാനല്ലേ ഇതെല്ലാം ഒപ്പിച്ചോണ്ട് വരുന്നത്. ദേ, നാവ് കൂടുന്നു. ഇതുവരെ ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. ഒക്കെ നിങ്ങൾ നിശ്ചയിച്ചു, ഞാൻ അനുസരിച്ചു. എനിക്കറിയാം എന്റെ ചേട്ടൻ പട്ടിണി കിടന്നുണ്ടാക്കിയ കാശാന്ന്. എന്ന് വെച്ച് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇല്ലമ്മേ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ കല്യാണം നടത്താൻ നിങ്ങൾ നിശ്ചയിച്ച എന്നെ നിങ്ങൾ ജീവനോടെ കാണില്ല. ഹലോ, PWD ഓഫീസല്ലേ? കണ്ണനുണ്ടോ? ആരാ? ഞാൻ കണ്ണന്റെ മിസ്സിസാ. ഒരു മിനിറ്റ്. കണ്ണ, തന്റെ ഭാര്യ വിളിക്കുന്നു. ഹലോ, രാധിയാണോ? ഞാനാ കണ്ണൻ. കണ്ണേട്ടാ, അന്ന് കണ്ണേട്ടൻ ഫോൺ വിളിച്ചപ്പോ ആ നാശം പിടിച്ച ഓഫീസർ ഫോൺ തന്നില്ല. അതുകൊണ്ടാ. രാധിക എവിടുന്നാ സംസാരിക്കുന്നത്? ഞാൻ ബാങ്കിൽ നിന്നാ. കണ്ണേട്ടൻ എന്നെ മറന്നോ? രാധിക എവിടുന്നാണെന്ന് പറയൂ, ഞാനിപ്പോ വരാം. അയ്യോ, എങ്ങനെ ഇപ്പൊ എത്തുക?
ദൂരെ എത്രയെന്ന് വെച്ചാ? അതൊന്നും സാരമില്ല, സ്ഥലം പറയൂ. നമ്മുടെ അമ്പലത്തിനടുത്ത് കൃത്യം 5 മണിക്ക്. കാണാൻ തിടുക്കായി. എന്താ ഇവിടെ? 5 മണിക്ക് രാധിക ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് വരാന്ന് പറഞ്ഞോ? ഫോൺ ചെയ്തിരുന്നു. 3 മണി മുതല് ഞാനിവിടെ കാത്തിരിക്കുക. എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്നോടങ്ങനെ പറയായിരുന്നില്ലല്ലോ. എന്ത് തടസ്സം ഉണ്ടായാലും മനസ്സുണ്ടെങ്കിൽ വരുമായിരുന്നു. അച്ഛൻ വിചാരിക്കണ പോലെ ഞങ്ങൾ തമ്മിൽ പിണക്കമൊന്നുമില്ല. വഴക്കൂടി പോന്നതല്ലേ. രാധയ്ക്ക് വിഷമം കാണും. വിളിച്ചാൽ വരാതിരുന്നാലോ എന്ന പേടിയാ എനിക്ക്. അച്ഛൻ പറയണം എനിക്കൊരു വിരോധവും ഇല്ലെന്ന്. രാധിക വരികയാണെങ്കിൽ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടു പോരാമെന്ന്. കണ്ണാ, നിന്നെ ആരോ കബളിപ്പിച്ചാണ്. അവള് നിന്നിൽ നിന്നും വളരെ ദൂരത്ത് പോയിരിക്കുന്നു. ഇനി അടുപ്പിക്കണമെങ്കിൽ അവിടുന്ന് തന്നെ തീരുമാനിക്കണം. കേശു വൈദ്യര് നിന്നോട് വല്ലതും പറഞ്ഞോ? ഇല്ല. ആ, നിന്നോട് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ലെന്ന് അങ്ങേർക്ക് തോന്നിയിട്ടുണ്ടാവും. തുളസിക്കൊരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്. നീ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇലക്ട്രിസിറ്റി ഓഫീസിലെ ലൈൻമാനാത്രേ. അവര് തുളസിയെ കണ്ടിരിക്കുന്നു. ആ, ഒരു കാര്യം അമ്മയോട് പറയാൻ മറന്നു. രാധിക ടെലിഫോൺ ചെയ്തിരുന്നു. ഫോണിൽ പറഞ്ഞ അനുസരിച്ച് ഞാൻ സ്ഥലത്ത് ചെന്നപ്പോ അവിടെ രാധിക ഉണ്ടായില്ല. ചെന്നു പെട്ടത് അച്ഛന്റെ മുമ്പിൽ. എങ്ങനെ ഉണ്ടാവും? ഈ ഒരു ഒറ്റ വിചാരമേ ഉള്ളൂ നിനക്ക്? നാളല്ലല്ലോ. ടെലിഫോൺ ചെയ്തപ്പോഴേക്കും ഓടിപ്പോയത്രേ. ആണുങ്ങളെ പോലെ പെരുമാറണം. ഒന്നിലെ പോയി കൂട്ടിക്കൊണ്ടുവരണം, അല്ലെങ്കിലേ അവളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് കത്തെഴുതണം. അമ്മ ഇത് നേരത്തെ പറയാത്ത എന്താ? ഞാൻ കത്തെഴുതുമായിരുന്നല്ലോ. ഈ രാധിക വരുന്ന മാത്രമാണ് നിനക്ക് വലിയ കാര്യം. സ്വന്തം അനിയത്തിക്ക് വിവാഹം ആലോചിക്കുന്ന കാര്യം പറയുമ്പോഴാ. അതിൽ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? അത് തീരുമാനിച്ചു കഴിഞ്ഞല്ലേ. ഹരി റെഡിയായിട്ട് നിൽക്കുക. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഹരിക്കൊരു ജോലി കിട്ടിയിട്ട് എപ്പം നടക്കാനാ? ഇപ്പൊ വന്നിരിക്കുന്ന ആൾക്ക് ശീതനവും പണ്ടും ഒന്നും വേണ്ടെന്നാ പറയുന്നത്. കണ്ണാ, ഇത് ഉറപ്പിക്കുന്നതാ ബുദ്ധി.